നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശത്തിലൂടെ നോക്കുന്നത് എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങളിലേക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും കടന്നു വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചു തരുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് ആഗ്രഹ സബലീകരണം സാധ്യമാവും എന്നുള്ളതാണ്. അതായത് ചെറുതും വലുതുമായിട്ടുള്ള പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു സമയമാണുള്ളത് എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ നിലവിലുള്ള ജോലി പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ പഴയ ജോലിയിലേക്ക് തന്നെ മടങ്ങിപ്പോവണം, അല്ലെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ച് കാത്തിരിക്കുന്ന ആ ഒരു ജോലി നിങ്ങൾക്ക് തന്നെ കിട്ടണം എന്നൊക്കെ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതല്ലെങ്കിൽ അതിലും മികച്ച തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ്. കൂടാതെ നിങ്ങളൊരു യാത്ര പോകുന്ന പുതിയ എന്തൊക്കെയോ ചില കാര്യങ്ങൾ വാങ്ങിക്കുന്നൊക്കെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് കാണുന്നത് പല കാരണങ്ങൾ കൊണ്ട് വളരെയധികം ഭയം, ടെൻഷനൊക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ നിങ്ങളിലെ അത്തരം മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരാൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് നിങ്ങളിലേക്കൊരു സന്തോഷം, സമാധാനം, ഒരു ഊർജ്ജസ്വലതയൊക്കെ വന്ന് ചേരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോഴുള്ള ആ ഒരു സങ്കടങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ വെറും താൽക്കാലികം മാത്രമാണ്. അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതാണ്. അതേപോലെ തന്നെ ക്ഷമ വളരെയധികം കുറവുള്ള ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ നഷ്ടങ്ങളെന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു നഷ്ടമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഏതെങ്കിലും അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. അപ്പോൾ അവരുടെ ആ ഒരു അകന്നുപോകൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായി തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത്. കൂടാതെ നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചിന്തകളിൽ കൂടി കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പല കാര്യങ്ങളും അനാവശ്യമായിട്ട് കാട് കയറി ചിന്തിച്ച് നിങ്ങൾ സ്വയം നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, നിങ്ങളുടെ മനസ്സ് മടുപ്പിക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത്തരം ചിന്താഗതികളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങളുടെ അത്തരം ചിന്താഗതികളെ എല്ലാം തന്നെ പൊട്ടിച്ചു മാറ്റി നിങ്ങൾ പുറത്തേക്ക് വരണം. കാരണം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിനും വലിയൊരു പരിവർത്തനമാണ്, വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ തന്നെ സ്വയം ഒരു മാറ്റത്തിന് വിധേയമാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അവസാനിപ്പിച്ച് മറ്റ് ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളിലേക്ക് സ്വീകരിക്കണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്കായാലും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കായാലും ചില മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് വളരെയധികം സ്വാതന്ത്ര്യം കടന്നു വരുന്നുണ്ട്. പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ പല ആളുകളും മറ്റ് വ്യക്തികളുടെ നിയന്ത്രണത്തിലായിരിക്കാം ജീവിക്കുന്നത്. അവരുടെ താല്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കുമൊക്കെ അനുസരിച്ചായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ പോലും വേണ്ടാന്ന് വെച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കാം
നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ, നിങ്ങളെ നിയന്ത്രിച്ച് നിർത്തുന്നവരുടെ ആ ഒരു ചിന്താഗതിയിൽ യൂണിവേഴ്സ് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അവരുടെ അനുവാദത്തോടെ, പിന്തുണയോടെയുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളിലും പലപ്പോഴും മടി, അലസത ഇവയൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു പ്രവണത നിങ്ങളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്വയം മാറ്റിയെടുക്കേണ്ടതാണ് എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ കുടുംബജീവിതം, റിലേഷൻഷിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളെയും മറികടന്നുകൊണ്ട് അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ് കാണുന്നത്. ദൈവികമായ സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും വ്യക്തികളുടെ രൂപത്തിൽ അല്ലെങ്കിൽ അവസരങ്ങളുടെ രൂപത്തിലൊക്കെ ആ ഒരു സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുമ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന്, താല്പര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകുക. നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഒരുപാട് കഴിവും ബുദ്ധിയും ഒക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. ഏത് കാര്യവും വളരെ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് ഭംഗിയായിട്ട് പൂർത്തിയാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ഈ ഒരു കഴിവിനാൽ തന്നെ കൂടുതൽ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. ഒരുപാട് അംഗീകാരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമൊക്കെ സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ളതാണ് കാണുന്നത്. അതായത് വളരെയധികം ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവിടേക്ക് സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സമൃദ്ധിയുടെയൊക്കെ ഒരു സമയമാണ് എത്തിച്ചേരുന്നത്. അതേപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലും ഒരു പുരോഗതി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.